മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണേ. അതിനകത്ത് നമ്മൾ ഓൾറെഡി EOQ പഠിച്ചു, സ്റ്റോക്ക് ലെവൽസ് ഒക്കെ പഠിച്ചു അല്ലേ. നെക്സ്റ്റ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറാണ് പഠിക്കാൻ പോണത് കേട്ടോ. സ്റ്റോഴ്സ് ലെഡ്ജർ. ഈ സ്റ്റോഴ്സ് ലെഡ്ജർ നമുക്ക് 4 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എത്ര രീതിയിൽ പ്രിപ്പയർ ചെയ്യാം? 4 മെത്തേഡ്സ്. ഏതൊക്കെയാണെന്നറിയോ? ഫിഫോ മെത്തേഡ്സ്, ലിഫോ മെത്തേഡ്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. ഓക്കെയാണോ 4 മെത്തേഡ്? അതിൽ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? ഫിഫോ. എന്താ ഫിഫോ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താ അർത്ഥം? അതായത് എന്താ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കമ്പനിയിൽ ഒരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിലേക്ക് നമ്മൾ മെറ്റീരിയൽ വാങ്ങി വയ്ക്കും. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ എടുക്കും. കത്തിയാ? കോൺസെപ്റ്റ് കിട്ടിയാ? ആവശ്യാനുസരണം മെറ്റീരിയൽ എടുത്തിട്ട് ഗോഡൗണിൽ വെച്ചിട്ട് അതിന് നമ്മൾ ആവശ്യത്തിന് എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിയ മെറ്റീരിയൽ നമ്മൾ ആദ്യം എടുക്കണം എന്നാണ് അർത്ഥം. സത്യോ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഡേറ്റ് എന്ന് പറയുന്നൊരു കോളം വരയ്ക്കണം. റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്. ഡേറ്റ്, റെസീറ്റ്സ്, ഇഷ്യൂ, ബാലൻസ്. ഈ റെസീറ്റും ഇഷ്യൂ ബാലൻസ് ഇല്ലേ, അതിന് നിങ്ങൾ 3 സബ് കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്, ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്, ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട്. ക്ലിയർ ആണോ? ഫോർമാറ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഡേറ്റ് നോക്കാം. ജാനുവരി 1, 2021 ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഇടുക 2021 ജനുവരി 1. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ബാലൻസ് ആയിട്ട് ഗോഡൗണിൽ കിടക്കുന്ന സ്റ്റോക്ക്. എത്ര യൂണിറ്റാണ് കിടക്കണേ? നോക്കി, എത്ര യൂണിറ്റാണ് കിടക്കണേ? 250 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ വില എത്ര രൂപയാണ്? അപ്പോൾ നിങ്ങൾ ആദ്യം ബാലൻസിൽ എഴുതണം, കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പോൾ ബാലൻസ് ആയിട്ട് ഗോഡൗണിൽ കിടക്കണം. അപ്പോൾ 250 ക്വാണ്ടിറ്റിയിൽ എഴുതി, റേറ്റ് 1 രൂപ. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 250 × 1 250. സെറ്റാണോ? സെറ്റല്ലേ ഒന്നാമത്തെ? അടുത്ത 3-ാം തീയതി പർച്ചേസ്ഡ്. എന്താ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഗോഡൗണിലോട്ട് മെറ്റീരിയൽ വാങ്ങി വെച്ചു. എത്ര യൂണിറ്റാണ് വാങ്ങി വെച്ചത്? 100 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ വില 1 രൂപ 5 പൈസ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റെസിപ്റ്റിൽ വേണം കാണിക്കാൻ. എവിടെ കാണിക്കണം? വാങ്ങിയ റെസിപ്റ്റ് വന്നു അല്ലേ. റെസിപ്റ്റ് എവിടെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞെല്ലാവരും? പർച്ചേസ് ചെയ്യുമ്പോൾ റെസിപ്റ്റ്സ്. യെസ്. അപ്പോൾ 3-ാം തീയതി നിങ്ങൾ 100 യൂണിറ്റ് റെസിപ്റ്റ്സിൽ കാണിക്കുക. ഒരു യൂണിറ്റിൻ്റെ വില എത്രയാ? അപ്പോൾ എമൗണ്ട് എത്ര വരും? 100 × 1 രൂപ 5 പൈസ. എത്ര വരും? 105. യെസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇനി 3-ാം തീയതി ഗോഡൗണിൽ എത്ര മെറ്റീരിയൽ ഉണ്ട്? മുമ്പത്തെ പറഞ്ഞോ. മുമ്പത്തെ 250ഉം ഇപ്പോൾ വാങ്ങിയ 100. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. അതായത് ഓരോ ഡേറ്റിലും ഗോഡൗണിൽ കറൻ്റ്ലി എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കണം ബാലൻസിൽ കേട്ടോ. അപ്പം 3-ാം തീയതി നമ്മൾ എന്ത് ചെയ്യണം? മുമ്പത്തെ 250 കാണിക്കണം 1 രൂപയുടെ, ഇപ്പം വാങ്ങിയ 100 1 രൂപ 5 പൈസയും കാണിക്കണം. കത്തിയെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തെല്ലാവരും. യെസ്. ഇനി അടുത്തത് 5-ാം തീയതി പർച്ചേസ്ഡ്. വീണ്ടും 5-ാം തീയതി നമ്മൾ എന്താ ചെയ്തേക്കണേ? വാങ്ങിയിട്ടുണ്ട്. എത്ര യൂണിറ്റാ? 200. എത്ര റേറ്റ്? 1 രൂപ. സെയിം റേറ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് 5-ാം തീയതി നമ്മൾ ക്വാണ്ടിറ്റിയിൽ 200 കാണിച്ചു, റേറ്റ് 1 രൂപ 5 പൈസ. അപ്പോൾ 210 വന്നു. ഇനിയിപ്പോൾ ബാലൻസ് ഗോഡൗണിൽ എത്രയുണ്ട്? മുൻപത്തെ 250ഉം രണ്ടാമത് വാങ്ങിയ 100ഉം മൂന്നാമത് വാങ്ങിയ 200. അത് 3ആയിട്ട് കാണിക്കുക കേട്ടോ. ഇവർ കൂട്ടി കാണിച്ചേക്കണതേ 1 രൂപ 5 പൈസയുടെ തന്നെയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കാണിച്ചോ. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഡൗട്ട് നീ ചോദിച്ചോ, പറഞ്ഞുതരാം. ഒന്നുകൂടെ റിപ്പീറ്റ്.
ആ 250 ആദ്യം വാങ്ങിയത്, പിന്നെ വാങ്ങിയ 100, പിന്നെ വാങ്ങി 200. അത് 100 200 കൂട്ടി ചെയ്താലുള്ള കാരണം അത് 1 രൂപ 5 പൈസയുടെ ആയതുകൊണ്ടാണ് കേട്ടോ, ഒരേ റേറ്റിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് 7-ാം തീയതി എന്തോന്നാ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞ എന്താർത്ഥം എന്ന് പറഞ്ഞേ? പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാല് ഗോഡൌണിലോട്ട് വാങ്ങി വെച്ചു. ഇഷ്യൂഡ് എന്ന് പറഞ്ഞാലോ ഗോഡൌണിന്ന് പ്രൊഡക്ഷന് വേണ്ടി എടുത്തു. മനസ്സിലായോ? ഇഷ്യൂ ചെയ്തു. കത്തിയാ? ക്ലിയർ ആയോ? അപ്പൊ ഗോഡൌണിന്ന് എന്തെടുത്തു? പ്രൊഡക്ഷന് വേണ്ടി എടുത്തു. എത്ര യൂണിറ്റ് എടുത്തത്? ഇവിടെയാണ് നമ്മുടെ മെത്തേഡിന് ഇമ്പോർട്ടൻസ്. 400 എടുക്കുമ്പോഴേ മക്കളെ ഫിഫോ മെത്തേഡ് പ്രകാരം ആദ്യം വാങ്ങി വെച്ചിട്ടുള്ളത് ആദ്യം എടുക്കണം. അപ്പോൾ ഏതെടുക്കണം? 250 എടുക്കണം. പക്ഷെ നമുക്ക് 250 അല്ലല്ലോ വേണ്ടത്, 400 അല്ലേ. അപ്പോൾ 250 എടുത്താൽ പിന്നെ ഒരു 150 കുറവുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? 1 രൂപ 5 പൈസയിൽ എടുക്കാം. അപ്പോൾ 400 ആയില്ലേ? കത്തിയാ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഫസ്റ്റ് കിടക്കുന്നതിന് എടുക്കണം. അതാണ് ഫിഫോ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? പൈസ ആ റേറ്റ് തന്നെ. 250 എടുക്കണമെങ്കിൽ 1 രൂപയല്ല, അപ്പോൾ 1 രൂപ. 300 നമ്മൾ എന്ത് ചെയ്തു? 150 എടുത്തു. അപ്പോൾ 1 രൂപ 5 പൈസ. കത്തിയാ? രാജേന്ദ്ര ചേട്ടൻ ക്ലിയർ ആയോ? 250 100 50. യെസ്, 50. 100 രണ്ടാമത്തേന്ന് എടുത്തു കേട്ടോ. പിന്നെ 50. അത് ഒരേ റേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കണത് കേട്ടോ. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ബാലൻസ് ഇനി ഗോഡൗണിൽ എത്രയുണ്ട്? 50 അല്ല, 100 എടുത്തു. 200 എന്നല്ല 50 എടുത്തത്. ബാക്കി 150 ഇല്ലേ? 1 രൂപ 5 പൈസയുടെ 150. കത്തിയ എല്ലാവർക്കും? കത്തിയാ? യെസ്, 100 50 കേട്ടോ. 250 100 50 ഇഷ്യൂല്. കത്തിയാ? യെസ്, അതന്നെ 200 നമ്മൾ എടുത്ത ബാക്കി 150 ബാലൻസിൽ. ക്ലിയർ ആയി റെസ്പോണ്ട് ചെയ്തേ? രാജേന്ദ്രൻ ക്ലിയർ ആയില്ലേ? ബാക്കിയുള്ളവർക്ക് ഓക്കെ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇഷ്യൂ കഴിഞ്ഞു. 10-ാം തീയതി വീണ്ടും പർച്ചേസ് ചെയ്തു. എത്ര യൂണിറ്റാ? 400. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ കാണിക്കണ്ടേ? റെസീറ്റിൽ 400 1 രൂപ 20 പൈസ 480. അപ്പോൾ ഇനി 10-ാം തീയതി ഗോഡൗണിൽ എത്ര കിടപ്പുണ്ട്? മുമ്പത്തെ 150ഉം ഇപ്പം വാങ്ങിയ 400. യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇഷ്യൂഡ് 150 യൂണിറ്റ്. അപ്പോൾ ഇഷ്യൂ ചെയ്തു, ഗോഡൗണിൽ നിന്ന് എടുത്തു. അപ്പോൾ ഏതിൽ നിന്ന് നമ്മൾ ആദ്യം എടുക്കുക? 150 എടുക്കാൻ ആകെ 150 ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 150 ഫുൾ എടുത്തു. ഇനി ബാലൻസ് ഗോഡൗണിൽ 400. ഓക്കെ അല്ലേ? കത്തിയില്ലേ? ഇനി അടുത്ത ഡേറ്റ് നോക്കിയാൽ വീണ്ടും ഇഷ്യൂ ചെയ്തു 15-ാം തീയതി 100 യൂണിറ്റ്. അപ്പോൾ ഏതിൽ നിന്ന് 100 എടുക്കുക? 400 100 എടുത്തു. ബാക്കി ബാലൻസ് ഇനി എത്രയുണ്ട് ഗോഡൗണിൽ? 300. കത്തിയില്ലേ? ഓക്കെ. ഇനി 16-ാം തീയതി പർച്ചേസ്ഡ്. വീണ്ടും റെസീറ്റിൽ കാണിക്കുക എത്ര യൂണിറ്റ്? 100 യൂണിറ്റ് 1 രൂപയുടെ. കത്തി എല്ലാവർക്കും മനസ്സിലായോ? ഇത് ഫിഫോ എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഡേറ്റ് വരില്ലേ 31-ാം തീയതി. ബാലൻസ് എത്രയാണെന്ന് നോക്കുക ഗോഡൗണിൽ. 100 യൂണിറ്റിൽ 1 രൂപയുടെ 100 രൂപ, 200 × 1 രൂപ 25 പൈസ 200. അത് ടോട്ടൽ ചെയ്ത് വെറുതെ ഔട്ടർ കോളത്തിൽ അടിയിൽ എഴുതുക, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഫിഫോ മെത്തേഡ് കഴിഞ്ഞു കേട്ടോ. അടുത്ത മെത്തേഡ് വരുന്നത് ഫിഫോ കഴിഞ്ഞ പിന്നെ അടുത്ത മെത്തേഡ് ഏതാ? അപ്പൊ എന്തായിരിക്കും ലിഫോ എന്ന് പറഞ്ഞാല്?
ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പൊ ചെയ്ത മെത്തേഡ് നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ചെയ്ത ഫിഫോ അല്ലേ? ഫിഫോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പൊ ലിഫോ എന്ന് പറഞ്ഞാലോ അവസാനം വാങ്ങിയത് എന്ത് ചെയ്യണം? ആദ്യം എടുക്കണം. അത്രയുള്ള സംഭവം, വേറെ ഒന്നുമില്ല. സത്യ. അപ്പൊ ലിഫോ മെത്തേഡ് പ്രകാരം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് അർത്ഥം. ലാസ്റ്റ് വാങ്ങിയത് ആദ്യം എടുക്കണം. ഓക്കെ അല്ലേ? ചെയ്യാം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞോ. 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണ്ടേ? ബാലൻസിൽ ക്വാണ്ടിറ്റി 220, റേറ്റ് 9 രൂപ. അപ്പോൾ 220 × 9 1980. 6-ാം തീയതി പർച്ചേസ്ഡ് എവിടെ കാണിക്കുക? 540 രൂപ 10 പൈസ 4914. അപ്പോൾ 6-ാം തീയതി ഗോഡൗണിൽ ഇനിയിപ്പോൾ എത്ര മെറ്റീരിയൽ ഉണ്ട്? 220 ഉണ്ട്. ഇപ്പോൾ വാങ്ങി 540 ഉണ്ട്. ക്ലിയർ ആണോ? കത്തിയോ? 8-ാം തീയതി ഇഷ്യൂഡ് 280 യൂണിറ്റ് നമ്മൾ ഗോഡൗണിൽ നിന്ന് എടുത്തു. അപ്പോൾ എവിടെ നിന്ന് എടുക്കണം 280 യൂണിറ്റ്? നിങ്ങൾ പറഞ്ഞോ. വെരി ഗുഡ്. ആദ്യത്തെ 220 നല്ല എടുക്കണ്ടേ? ഇത് ലിഫോ അല്ലേ? 540 280 എടുക്കാം. 9 രൂപ 10 പൈസയുടെ. അപ്പൊ ഇനി ഗോഡൗണിലെ ബാലൻസ് എത്രയുണ്ട്? മുമ്പത്തെ 220 540 280 എടുത്തില്ലേ? ബാക്കി 260. കത്തിയോ? കത്തിയിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? സെറ്റല്ലേ? 10-ാം തീയതി പർച്ചേസ്ഡാണ്. അപ്പോൾ പർച്ചേസ് എവിടെ കാണിക്കുക? റെസീറ്റിൽ. ഗോഡൗണിൽ 220 ഉണ്ട്, 260 ഉണ്ട്. ഇപ്പോൾ വാങ്ങി 180. 3 കത്തിയില്ലേ? ഇനി ആ ഒരു കാര്യം പറയട്ടെ. 16-ാം തീയതി 160 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എവിടെ നിന്ന് എടുക്കണം? അപ്പോൾ 180 160 എടുത്തു. ഇനി ബാലൻസ് ഗോഡൗണിൽ 220 260 20. കത്തിയോ? എല്ലാവരും ക്ലിയർ ആയോ? അവസാന ക്ലോസിംഗ് ഡേറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് ഇൻറ്റു ചെയ്യുക, ടോട്ടൽ ചെയ്യുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ സിമ്പിൾ ആവറേജ്. അടുത്ത മെത്തേഡ് ഏതാ? സിമ്പിൾ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ കോളം തന്നെയാണ്. പക്ഷെ ബാലൻസിൽ ക്വാണ്ടിറ്റി എമൗണ്ട് മാത്രം മതി. എന്താ മാത്രം മതി? റേറ്റ് വേണ്ടാണ്. മനസ്സിലായോ? ഏത് കോളത്തിലെ റേറ്റ് വേണ്ടാത്തത്? നമുക്ക് ആദ്യം നോക്കാം റേറ്റ് എമൗണ്ട് മാത്രം. കേസ് നോക്കാം. നമ്മുടെ 2-ാം തീയതി റെസീറ്റ് ആണ്. അപ്പോൾ റെസീറ്റിൽ കാണിച്ച് 200 യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ വില 2 രൂപ. അപ്പോൾ 200 × 2 400 രൂപ. അപ്പോൾ ബാലൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റിയിൽ 200 കാണിക്കുക, എമൗണ്ടിൽ 400 കാണിക്കുക. അവിടെ റേറ്റ് ഇല്ലല്ലോ. കത്തിയോ? 10-ാം തീയതി വീണ്ടും റെസീറ്റ് ഉണ്ട്. അപ്പോൾ 300 എഴുതി 2 രൂപ 40 പൈസ. അപ്പോൾ 720. അപ്പോൾ ബാലൻസിൽ ഇനിയിപ്പോൾ എത്രയുണ്ട്? കൂട്ടി എഴുതണം. മുമ്പത്തെ 200 ഇപ്പോഴത്തെ 300. അപ്പോൾ ടോട്ടൽ എത്രയായി? എമൗണ്ടിലോ? മുമ്പത്തെ 400 ഇപ്പോഴത്തെ 720. എത്രയായി? യെസ്. ഇനി അടുത്ത ഇഷ്യൂ ആണ്. 15-ാം തീയതി ഇഷ്യൂവിൽ 200. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇഷ്യൂ വരുമ്പോഴേ നമ്മൾ ഇഷ്യൂവിൽ 250 എഴുതാം. റേറ്റ് എടുക്കുമ്പോൾ ആവറേജ് എടുക്കുക. നമ്മുടെ ഗോഡൗണിൽ എത്ര രൂപയുടെയൊക്കെ മെറ്റീരിയൽ കിടപ്പുണ്ട്? പറഞ്ഞേ. എത്ര റേറ്റിൻ്റെ ഒക്കെ മെറ്റീരിയൽ കിടപ്പുണ്ട് ഗോഡൗണിൽ? 2 രൂപയുടെയും കിടപ്പുണ്ട്, 2 രൂപ 40 പൈസയുടെയും കിടപ്പുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ആവറേജ് എടുക്കുക. 2 രൂപ പ്ലസ് 2 രൂപ 40 പൈസ ബൈ 2 ചെയ്യുക. അപ്പോൾ 2 രൂപ 20 പൈസ. സെറ്റായോ? കിട്ടിയ രാജേന്ദ്ര ചേട്ടൻ? കിട്ടിയാ? 240. 2 രൂപയും 2 രൂപ 40 പൈസയും ബൈ 2 1120. അപ്പോൾ നമുക്ക് 2 രൂപ ചോദിച്ചോ? 500 ഉണ്ട്. അതിൽ നിന്ന് 250 എടുത്തു. അതല്ല റേറ്റ് എടുക്കണം. റേറ്റ് എടുക്കണം. റേറ്റ് അതായത് ആദ്യം വാങ്ങിയ മെറ്റീരിയൽ 2 രൂപയുടെ അല്ലായിരുന്നേ? 2-ാം തീയതിയിലെ റേറ്റ് ആവറേജ്. അപ്പോൾ 2 അല്ല, എമൗണ്ടിൻ്റെ അല്ല.
2ൻ്റെ 2 40 ഈസി രണ്ട് റേറ്റുകളിലുള്ള മെറ്റീരിയലല്ലേ കിടക്കണേ. അപ്പം അതിൻ്റെ ആവറേജ് എടുക്കണം. കത്തിയാ? അപ്പോൾ 220 പൈസ. അപ്പോൾ 250 × 220 പൈസ 550. ബാലൻസ് ഗോഡൗൺ 500 ന് 250 കുറച്ച് 1120 ന് 550 കുറച്ച്. കത്തിയില്ലേ? സെറ്റല്ലേ? അപ്പം അടുത്തത് വീണ്ടും നമുക്ക് ഇതിൽ തന്നെ ഇപ്പൊ രണ്ടിലും എടുത്തതിൽ ശരിക്കും ഇപ്പൊ 2ന്റെ 240ന്റെ 260ന്റെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ 3 ആവറേജ് 3 കൂടി കൂട്ടി ബൈ 3 ചെയ്യാം. 3 ഉണ്ടെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നോക്കി അടുത്തത് നോക്കി. 18-ാം തീയതി 250 യൂണിറ്റ് റെസിപ്റ്റ് ഉണ്ട് 2 രൂപ 60 പൈസയുടെ. അപ്പോൾ 650 സെറ്റല്ലേ? അല്ലേ? ബാലൻസിൽ 500 1220. ഇനി 20-ാം തീയതി നോക്കി എത്ര യൂണിറ്റ് രാജേന്ദ്ര ചേട്ടൻ ശ്രദ്ധിക്കുക കേട്ടോ. 20-ാം തീയതി നമ്മൾ എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യണേ? അതിന്റെ റേറ്റ് എങ്ങനെയാ കാണാ? 240 എന്താ 2 എടുക്കാതിരുന്നേ? അതെങ്ങനെ മനസ്സിലായി? 300ഉം 250 അല്ല എന്താ ഇവിടെ അതിൽ നമുക്കിവിടെ 500 മാത്രമല്ലേ ഇവിടെ ഇഷ്ടമുള്ള സ്റ്റോക്കുള്ളൂ. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് 2 രൂപയുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മേടിച്ചപ്പോ? 200. നമ്മൾ ഇഷ്യൂ ചെയ്ത് 250 അല്ലേ നേരത്തെ 15-ാം തീയതി? അപ്പൊ ആ 250-നകത്ത് ആ 200 യൂണിറ്റ് പെട്ടു എന്ന് അസ്യൂം ചെയ്യണം. കത്തിയാ? ഇനിയിപ്പോ 250-ന് പകരം 150 ആയിരുന്നു എങ്കിലോ 260 ബൈ 3 ചെയ്യണം. കത്തിയാ സംഭവം? കത്തിയാ? എല്ലാവർക്കും മനസ്സിലായോ? 150 ആയിരുന്നുവെങ്കിൽ 2 രൂപയുടെ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് അർത്ഥം ബാക്കി. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ആവറേജ് എടുക്കണം കേട്ടോ. ഇത്രയുള്ള സംഭവം. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡാണ്. വേണമെങ്കിൽ ഇതിക്കോ അല്ല ഇതിൻ്റെ ഉള്ളിൽ ബോക്സ് കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഇല്ല ഇല്ല, മനസ്സിലാക്കാണ് ഇങ്ങനെ എഴുതിയേക്കണം അവിടെ 2 + 2 40/2 എന്നൊക്കെ കേട്ടോ. അടുത്തത് നമുക്ക് ഇത് തന്നെ സെയിം വെയ്റ്റഡ് ആവറേജ് ഈ സെയിം പ്രോബ്ലം തന്നെ പറഞ്ഞുതരാം കേട്ടോ. പറയട്ടെ. നമ്മുടെ ആദ്യത്തെ ക്വാണ്ടിറ്റി റേറ്റ് 2-ാം തീയതിയിലത്തെയും 10-ാം തീയതിയിലത്തെയും മാറ്റമൊന്നുമില്ല, സെയിം. 15-ാം തീയതി ആണല്ലോ ഇഷ്യൂ വരണേ. എത്ര യൂണിറ്റ് ഇഷ്യൂ വരണേ? 250 അല്ലേ? അപ്പം അതിൻ്റെ റേറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? തൊട്ട് മുമ്പ് ഗോഡൗണിൽ കിടക്കണ എമൗണ്ട് എത്രയാ ബാലൻസിൽ? അല്ല അതല്ല, തൊട്ട് മുൻപത്തെ ഡേറ്റിൽ ബാലൻസിൽ കിടക്കണ എമൗണ്ടും ക്വാണ്ടിറ്റി എടുക്കുക. എത്രയാ? അത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 1120-നെ 500 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തേ 1120/500 എത്രയാ? 2 രൂപ 24 പൈസ. യെസ്, അതായിരിക്കും റേറ്റ് വരിക. കത്തിയാ? തൊട്ട് മുൻപത്തെ ഡേറ്റിൽ ഗോഡൗണിൽ എത്രയാണോ കിടക്കണത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. എമൗണ്ടിനെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യും. അതന്നെ സാധനം. വെയ്റ്റഡ് എന്താ? ബാലൻസിലുള്ള എമൗണ്ടിനെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്യൂവിന്റെ റേറ്റ് കിട്ടും. റേറ്റുകളുടെ ആവറേജ് എടുക്കണം. അതന്നെ, റേറ്റുകളുടെ ആവറേജ്. കത്തിയാ? ചാപ്റ്റർ കഴിഞ്ഞു. പക്ഷെ ഇനി അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ, അതിൽ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെടുത്ത് എഴുതും. സാധാരണ എഴുതുന്ന പോലെ എഴുതാറുണ്ട്. ഇഷ്യൂഡ് എഴുതി. ഇത് നോക്കി, ഓപ്പണിംഗ് ബാലൻസ് 200 ടണ്ണാണ്, 50 രൂപയാണ് കേട്ടോ. അപ്പോൾ 50 × 200 എത്ര വന്നു? 10,000. ഓക്കെ അല്ലേ? അപ്പോൾ ബാലൻസിൽ 200ഉം എമൗണ്ടിൽ 10,000. സെറ്റ് അല്ലേ? ഇഷ്യൂഡ് 120 ടൺ. അപ്പോൾ എത്രയാണ് റേറ്റ് കാണാം വെയ്റ്റഡ് ആവറേജ് പ്രകാരം? 10
10,000/200 ചെയ്ത് 50 കിട്ടി. കത്തിയില്ലേ സംഭവം? വെയിറ്റ് ആവറേജ് കിട്ടിയില്ലേ? ഇനി നമ്മുടെ 4-ാം തീയതി പർച്ചേസിൻ്റെ നമ്മൾ സാധനം ചെയ്ത പോലെ 5-ാം തീയതി ഇഷ്യൂഡ് ഉണ്ട്. പക്ഷേ ബ്രാക്കറ്റിൽ പറയണേട്ടോ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 tons. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗോഡൗണിൽ കുറയണം. ഗോഡൗണിൽ കുറയണമെങ്കിൽ 2 ടൺ എവിടെ കാണിക്കണം? റെസീറ്റിലാണോ ഇഷ്യൂലാണോ? അത്ര എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കത്തിയില്ലേ? ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം ഇഷ്യൂ കാണിക്കാൻ. ആദ്യം 2 കുറവ് കാണിക്കണം, എന്നിട്ട് നമ്മുടെ ഇഷ്യൂ കാണിക്കാം കേട്ടോ. 2 കുറച്ച് 318. പിന്നെ നമ്മുടെ ഇഷ്യൂൻ്റെ കാണിക്കാം. 100 ടണ്ണല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ. അടുത്ത് പറയട്ടെ. റിസീവ്ഡ് ബാക്ക് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 tons. പ്രീവിയസ്ലി ഇഷ്യൂഡ് അറ്റ് ₹50.25 ton. എന്താ അതിൻ്റെ അർത്ഥം? അത് നമ്മൾ ഗോഡൗണിൽ നിന്ന് കൊണ്ടുപോയില്ലേ, വർക്ക് ഓർഡറിന് വേണ്ടി കൊണ്ടുപോയില്ലേ, വർക്കിന് വേണ്ടി. ആ മെറ്റീരിയൽ 40 ടൺ മെറ്റീരിയൽ എങ്ങോട്ട് തിരിച്ചു വന്നു? വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഗോഡൗണിൽ കൂടോ കുറയോ? ഗോഡൗണിൽ കൂടണമെങ്കിൽ റെസീറ്റിൽ കാണിക്കണോ ഇഷ്യൂല് കാണിക്കണോ? റെസീറ്റിൽ അത്രയേ ഉള്ളൂ. 40 ടൺ കാണിക്കുക, എമൗണ്ട് വന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി 50.25 കത്തിയ സംഭവം. ഇത്രയേ ഉള്ളൂ കോംപ്ലിക്കേഷൻ വരാൻ. ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ ആണോ? ഇത് ഫിഫോയിലും ലിഫോയിലും മേ ബി വരാം കേട്ടോ, ഈ റിട്ടേണും ഷോർട്ടേജൊക്കെ കേട്ടോ. ഇല്ലല്ലോ.